എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗത്തിനെ കുറിച്ച് നോക്കാം. ഇന്ന് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഭാവിയെ കുറിച്ചുള്ള ചിന്ത. ഉത്കണ്ഠ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാളെ എന്താകും എന്നുള്ളൊരു ചിന്തയാണ്. പാസ്റ്റ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ്. സാധാരണ വേണ്ടുന്നതാണ് ഉത്കണ്ഠ. പക്ഷേങ്കിൽ അത് ഓവറായിട്ട് ഏത് സമയം നമുക്ക് അത് ചിന്തകൾ വരിക, അത് നെഗറ്റീവ് ചിന്തകൾ വരികയാണ് ഉത്കണ്ഠ രോഗം അമിതമായാലുള്ള ബുദ്ധിമുട്ട്. ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സിലൂടെയാണ് പല മനുഷ്യരും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്കണ്ഠ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഉത്കണ്ഠ രോഗം വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഉത്കണ്ഠ രോഗത്തിൻ്റെ ലക്ഷണമാണ് അമിതമായ ക്ഷീണം. ചില ആൾ അമിതമായിട്ട് വിയർക്കും, ചിലർക്ക് വയറുവേദന, വയറ്റിൽ അസ്വസ്ഥത, ശരീരം മൊത്തം ബോഡി പെയിൻ ഉണ്ടാവും, ചിലർക്ക് തലകറക്കമായിരിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള സ്ഥിതിയിൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വലിയ രോഗമൊന്നും കാണാറില്ല. ഇതിൻ്റെ മാത്രം രോഗലക്ഷണമൊന്നുമല്ല, വേറെ പല കാര്യങ്ങൾക്കും ഇത്തരം രോഗലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. എന്നാലും ഇത് സ്ഥിരമായിട്ടുണ്ടാകുമ്പോൾ ഓക്കാനും വയറിന് ഭയങ്കര വേദനയും, ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒന്നും കാണില്ല, രോഗം കാണില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഉത്കണ്ഠ രോഗമായിട്ട് നമ്മൾ മനസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഉത്കണ്ഠ രോഗം ഉള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ശരീരത്തിൽ തലച്ചോറിൻ്റെ വലതുഭാഗത്തുള്ള ലിംഫിക്സിൻ്റെ ഭാഗമായിട്ടുള്ള അമിഗ്ഡാല എന്നുള്ളൊരു ഘടനയുണ്ട്. അവിടെ എന്ത് ചെയ്യും, നമ്മുടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുമ്പോഴുള്ള സ്ട്രെസ് ഹോർമോൺസ് പ്രവർത്തിച്ച് അതിനെ പോയിട്ടൊന്ന് എപ്പോഴും അതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. അതിനെ പോയിട്ട് എപ്പോഴും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പ്രവർത്തനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പാനിക് അറ്റാക്ക് പോലെയുള്ള സംഭവങ്ങളായിട്ട് വരും. നമ്മൾ അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുമ്പോൾ നമ്മളത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ അക്യുപഞ്ചറിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ 4G നന്നായിട്ട് പാലിക്കാനാണ് പറയുക. അതായത് നമ്മൾ വിശന്ന് മാത്രം ഭക്ഷണം കഴിക്കുക, അത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, അതിൻ്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക, അത് ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വിശ്രമവും ഉറക്കം നേരത്തെ, ഈ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കിടക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ ഉറക്കം വരില്ല മാനസിക സ്ട്രെസ് ഉള്ളപ്പോൾ, എന്നാൽ പോലും നമ്മൾ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് പോയിട്ട് ബെഡിൽ കിടക്കണം. പിന്നീട് 2-3 ദിവസത്തിന് ശേഷം നമുക്ക് നല്ല ഉറക്കത്തിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എണീച്ചുകൊണ്ട് കുളിച്ച് നമുക്ക് രാവിലെ ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഈ സ്ട്രെസ് ഹോർമോൺസിനെ നമുക്ക് തോട്ടിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നെഗറ്റീവ് ചിന്തകൾ എല്ലാ മനുഷ്യരിലും വന്ന് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ആ കാര്യം നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ചിന്തകൾ വരുന്നത്. ഇന്നത്തെ ദിവസത്തിൽ ഇന്നത്തെ ജോലിയിൽ ഏറ്റവും സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടി പറ്റുക, അത് ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകൾ നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉത്കണ്ഠ, ഭാവിയെ കുറിച്ചുള്ള ഒരു ആദ്യം ഒക്കെ മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. ചില ആൾക്ക് രോഗം വരുമോ എന്നുള്ള പേടിയായിരിക്കും, ചിലർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമോ, ചിലർക്ക് സ്ഥിരമായിട്ട് ജോലി ഇല്ലാത്ത ഒരു പ്രശ്നമാണ്, ചിലർക്ക് മക്കളുടെ ഭാവിയെക്കുറിച്ചായിരിക്കും, ചിലർക്ക് ഭാര്യയെ കുറിച്ചായിരിക്കും, ചിലർക്ക് ഭർത്താവിനെ കുറിച്ചായിരിക്കും. ഇങ്ങനെ ഓരോരാളും മറ്റുള്ള ആളെ കൊണ്ടും വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയായിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ്, അവർക്ക് അപകടം വരും, അല്ലെ ഞാൻ രോഗിയാവും, ഞാൻ കിടക്കും, ഇങ്ങനെ ഒരു ചിന്ത കൂടുമ്പോഴാണ് ഈ ആങ്സൈറ്റി ഡിസോർഡറായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇനീഷ്യേറ്റ് എടുത്ത് നമ്മുടെ ചിന്തകളെ ഒന്ന് ലഘൂകരിക്കാൻ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. എക്സസൈസ് ചെയ്യാം. അത് സന്തോഷത്തോടെ ശരീരത്തിനെ ഒന്ന് വേർപ്പിക്കുന്ന ഒരു എക്സസൈസ്, ഒരു 20 മിനിറ്റ് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്ത് നമുക്കൊന്ന് ശരീരം ഉഷ്ണിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് അതിലേക്ക് പോകും. പിന്നെ മാനസികമായിട്ടുള്ള ചിന്തകളെ വേസ്റ്റ് കളയുന്നതാണ് നമ്മുടെ ശ്വസനത്തിൽ കൂടി. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ശ്വസനക്രിയ നമ്മൾ ആ സ്ട്രെസ്സിനെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡി വേസ്റ്റ് മൂത്രം, മലം ഇങ്ങനെയായിട്ട് വേർപ്പിലൂടെ പോകുമെങ്കിലും നമുക്ക് ശ്വസനത്തിലൂടെയാണ് മാനസികമായിട്ടുള്ള വേസ്റ്റ് പുറന്തള്ളുന്നത്. അപ്പോൾ ആ ഒരു കാര്യം
നമുക്ക് ഏതൊരു ശ്വസനക്രിയയാണ് ഏറ്റവും നല്ലത്, ദീർഘനിശ്വാസം ഇതാക്കുന്നത്, നല്ലൊരു പെയിൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള കുറേ സ്ട്രെസ് അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പുകവലി, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ചായ, കാപ്പി ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ അഡിക്ഷനുള്ള വസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈല് കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒരിക്കലും ചിന്തകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ നല്ലൊരു ജീവിതശൈലിയിലൂടെ മാറിക്കഴിഞ്ഞാൽ മാത്രം ആ ചിന്തകൾ നമ്മുടെ അടുത്ത് വരുന്നത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് തോട്ട് തന്നെയാണ് വരും. ചിലപ്പം പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മക്കും ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക അതേ രോഗം എനിക്ക് വരുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വന്നുകൊടുക്കും. അപ്പം നമ്മുടെ ചിന്തകൾ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് അതൊന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്തരത്തിൽ ശരീരത്തിൽ ബാധിക്കുന്ന പല അസുഖങ്ങളും മാറ്റാൻ വേണ്ടി പറ്റും. ഈ ഉത്കണ്ഠ മാറിയാൽ തന്നെ പല ബുദ്ധിമുട്ടും ശരീരത്തിലുള്ള പ്രയാസം മാറാൻ വേണ്ടി പറ്റും. അതുപോലെ എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി സ്ഥിരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇത്തരം ചിന്തകളിലേക്ക് പോകില്ല. വെറുതെ ഇരിക്കുന്നവരാണ് ഇങ്ങനെ ചിന്തിച്ചിട്ട് പല പല കാരണങ്ങൾ ചിന്തിച്ചിട്ട് രോഗാവസ്ഥ സ്വന്തം ശരീരത്തിന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ലൊരു ആരാധനാക്രമം, ഭജനമൊക്കെ പാടുന്നത് ഹിന്ദുക്കളാണെങ്കിൽ എല്ലാവരും അവരവരുടെ എന്താണോ മതം ആചരിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു ഇതിലേക്ക് പോവുകയും അപ്പം തന്നെ നമുക്ക് കുറേ റിലീഫ് കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ മെഡിറ്റേഷൻ, ചെറിയ ചെറിയ എക്സസൈസ്. ഇന്ന് എല്ലാവരും അധികം എക്സസൈസ് ഒന്നും ചെയ്യാത്തവരാണ്. പക്ഷെ ശരീരം വേർക്കാൻ കുഞ്ഞു കുഞ്ഞു എക്സസൈസ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് യൂട്യൂബിൽ ഒക്കെ കിട്ടും. അങ്ങനത്തെ സ്ഥിരമായിട്ട് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ, അതും ഇഷ്ടത്തോടെ കൂടി ചെയ്ത് ശീലിച്ചാൽ നമുക്കൊരു ഹെൽത്തി ആയി ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.